നല്ല സഹാക്കളോട് ചോദിച്ചാൽ അവർ പറയും ഒരു മാറ്റം അത്യാവശ്യമാണ്. കാരണം മടുത്തു, ജനങ്ങൾ വെറുത്തു, ജനങ്ങൾ കടക്ക് പുറത്ത് പറയുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ മറുപടിയില്ല, വീട്ടിൽ പോയി ചോദിക്ക് എന്നതിന് പുറത്ത് മറ്റെന്താണ് മുഖ്യമന്ത്രിക്ക് പറയുവാനുള്ളത്? ധർമ്മടത്തെ സ്ഥിതി പോലും വളരെയേറെ പരിതാപകരമാണ് എന്ന് മീഡിയയിലൂടെ അവിടുത്തെ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാരണം. തബൂക്കിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് വേദിയിൽ ഉയർന്നത്. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയ ഭരണകൂടങ്ങൾക്കെതിരെ ജനവിധി ആവശ്യമാണെന്ന് പ്രഭാഷകർ വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ അഹങ്കാര ഭരണം അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും പിണറായി സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തബൂക്കിലെ UDF നേതാക്കളായ ലാലു ശൂരനാട്, സമദ് ആഞ്ഞിലങ്ങാടി, നൌഷാദ് കരുനാഗപ്പള്ളി, ഫസൽ എടപ്പറ്റ, ഷജീർ വായപ്പണ, ജോളി കുര്യൻ, മുസ്തഫ പട്ടാമ്പി, സിറാജ് കാഞ്ഞിരമുക്ക്, നജീബ് സി നിലമ്പൂർ, വെൽഫെയർ പാർട്ടി നേതാവ് അലി പൊന്നാനി എന്നിവർ സംസാരിച്ചു. YCC കുടുംബത്തിലേക്ക് കടന്നു വന്നവർക്ക് സ്വീകരണവും നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോകുന്ന YCC തബൂക്ക് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷജീർ വായപ്പണക്ക് യാത്രയപ്പം നൽകി. ഇടതുപക്ഷ കിരാത ഭരണവർഗ വഞ്ചകർക്കെതിരെ ശക്തമായി താക്കീത് നൽകാനും അതുമാത്രമല്ല കേരളത്തിന്റെ ഭരണത്തിൽ നിന്ന് അവരെ പുറത്താക്കാനും കിട്ടിയ ഈ അവസരം ഐക്യജനാധിപത്യ മുന്നണി നിർണായകമായി ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കേരളം കിരാതമായ വലിയ ഒരു ആപത്തിലേക്കായിരിക്കുമെന്നുള്ള സത്യസന്ധമായ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരികയും ഈ അഹങ്കാരത്തിന്റെയും ഈ ധാഷ്ട്യത്തിനും ഒരു അറുതി വരുത്തിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് UDF വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള ഒരു തർക്കവുമില്ല. നമുക്കറിയാമെന്നുള്ളതുപോലെ സ്വർണ്ണക്കൊള്ള മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തള്ളിന് മാത്രം ഒരു കുറവുമില്ല. പോസ്റ്റർ വലിയ വലിയ ബാനറുകൾ അടിച്ച് കേരളം മുഴുവൻ വെച്ച് നാട്ടുകാരെ പറ്റിച്ച് അഴിമതിയുടെ അങ്ങേയറ്റമായി കൊണ്ട് നടക്കുന്ന ഒരു സർക്കാർ, ഈ സർക്കാരിന്റെ അവസാനം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ വരുന്ന നമ്മൾക്ക് ഭാവിയിലേക്കുള്ള നമ്മളുടെ കഴിഞ്ഞ വരുന്ന 5 വർഷത്തേക്കുള്ള നമ്മുടെ രാഷ്ട്രീയ ഭാവി, കേരളത്തിൻ്റെ അവസ്ഥ, ഇനി അങ്ങോട്ടുള്ള ജീവിതം, ഇപ്പോഴൊക്കെ കേരളവും സർക്കാരുകൾ കൂടി നമ്മളെ എല്ലാം ഓരോ കാര്യങ്ങൾക്കും ഒരു ഗ്യാസ് കിട്ടാനില്ല, ഒന്നിനുമില്ല. നാട്ടിലെ വിലക്കയറ്റം കൊണ്ടൊന്നും കൊണ്ടും എല്ലാം കൊണ്ടും അത് കുടുംബം നടത്തുന്നവർക്കറിയാം അതിൻ്റെ അവസ്ഥകൾ. 5,000 വേണ്ടിയെടുത്ത് 25,000 30,000 ചിലവാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. PR വർക്കിൽ കൂടെ കേരളത്തിലെ 3ാം തവണയും ഭരണം പിടിക്കാൻ നോക്കുന്ന പിണറായി സർക്കാർ അതുപോലും നമ്മുടെ കാശ് കൊണ്ടാണ് ഒരുപാട് ജനങ്ങൾ അണിനിരക്കുന്നത്. നമ്മുടെ വിളിക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമിൽ പോലും ആളുകൾ ഇത്രത്തോളം കൂടുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം ഭയാനകമാണ് നമ്മുടെ കേരള രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് ആർക്കൊക്കെ വിളിക്കാൻ പറ്റുമോ അത്രയും ആളുകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വിളിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ വോട്ടുകൾ സമയബന്ധിതമായി എത്രയും നേരത്തെ തന്നെ വോട്ട് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭരണമില്ലാത്ത പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രയാസം. ഒരു രോഗിയുടെ വയറ്റിൽ വെച്ചിരുന്ന ഒരു കത്രിക കണ്ടുപിടിച്ചു എന്ന ഒരു നേട്ടമല്ലാതെ ആരോഗ്യ മേഖലയിൽ ഏത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മന്ത്രിമാർ എല്ലാം ഏകാധിപതികളെ പോലെ, നമുക്കറിയാം നിരവധി അനവധി പ്രതിഷേധങ്ങളും 3.5 കോടി ജനങ്ങളിൽ നിന്നും 140 MLA-മാരെ തിരഞ്ഞെടുക്കുന്നു. ആ 140 MLA-മാരിൽ നിന്നും 20 മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നു. അത്രയും പക്വതയോ അല്ലെങ്കിൽ അത്രയും പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരാണ് MLA-മാരും മന്ത്രിമാരും ആകുന്നത്. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി യശസ്വരനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ കണ്ണൂരിൽ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ്. TO നാസർ എന്ന് പറയുന്ന CPM-ന്റെ ഒരു നേതാവ് ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് കല്ലെടുത്തെറിയുകയുണ്ടായി. നെറ്റി പിളർന്ന് ധാരധാരയായി ചോരയൊഴുക്കിക്കൊണ്ടാണ് അദ്ദേഹം കണ്ണൂരിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 3 KSUവിന്റെ കുട്ടികൾ തടയുവാനായി ചെന്നു. തടഞ്ഞു കഴിഞ്ഞപ്പോൾ
മന്ത്രിക്ക് അന്നേരം ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഷംസീർ വന്നു. മന്ത്രിയുടെ കഴുത്ത്, അത് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ആ പ്രസ്താവന, മന്ത്രിയുടെ കഴുത്ത് പിടിച്ചു ഒടിച്ചു, മന്ത്രിയുടെ കൈ പിടിച്ച് ഒടിച്ചു. ആ മന്ത്രിയെ തടഞ്ഞപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിരവധി അനവധി മന്ത്രിമാരെ, നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ, അതുപോലെ തന്നെ നിരവധി അനവധി മന്ത്രിമാരെ പൊതുജനത്തിൽ തടയുകയും അതൊക്കെ വളരെ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ആ പക്വതയോടുകൂടി ആ പ്രതിഷേധങ്ങളെ നേരിടുകയും ചെയ്ത നേതാക്കന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. വർഷത്തുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ വൈകല്യം കൊണ്ട് ജനാധിപത്യ പ്രസ്ഥാനത്തെ കുഴിച്ചുമൂടുകയും ഭരണത്തിൽ അഴിമതിയും അക്രമവും കൊള്ളയും കൊള്ളിവെപ്പും മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഇടതുപക്ഷ സർക്കാരിന് അന്ത്യം കുറിക്കുവാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തീരുമാനമെടുത്ത് അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം കാര്യത്തിൽ അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ബംഗാളിൽ 30 വർഷക്കാലം ഭരിച്ച് 35 വർഷക്കാലം ഭരിച്ച് അവിടെ ആ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടി ഓഫീസുകൾ മുഴുവൻ കൊടി കെട്ടിക്കൊണ്ട് BJP-ക്കാർക്ക് വേണ്ടി തീരെഴുതി കൊടുത്ത് ആ പ്രസ്ഥാനത്തെ അവിടെ ഇല്ലാതാക്കി. തീർന്നല്ല, 25 വർഷക്കാലം ത്രിപുര ഭരിച്ചിട്ട് ത്രിപുരയിൽ ഒരു MP പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് CPM-നെ എത്തിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ താമര വിജയൻ വെറും 10 വർഷം കൊണ്ട് ആ സംഭവം ഇവിടെ യാഥാർത്ഥ്യമാക്കി എന്ന കാര്യമാണ് വരുന്ന 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനിടയായി തീർന്നത്. അതുകൊണ്ടെങ്കിലും കാര്യം ചോദിച്ചാൽ മറുപടിയില്ല, വീട്ടിൽ പോയി ചോദിക്ക് എന്നതിന് പുറത്ത് മറ്റെന്താണ് മുഖ്യമന്ത്രിക്ക് പറയുവാനുള്ളത്? ധർമ്മടത്തെ സ്ഥിതി പോലും വളരെയേറെ പരിതാപകരമാണ് എന്ന് മീഡിയയിലൂടെ അവിടുത്തെ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസം അവിടുത്തെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ചെന്നപ്പോൾ രാത്രി 1 മണിയായ സമയത്തും ആയിരങ്ങൾ പിരിഞ്ഞു പോകാതെ എന്താണ് ഇവിടെ പറയുന്നതെന്ന് കേൾക്കുവാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ധർമ്മടം എന്ന് പറയുന്ന സ്ഥലം പാർട്ടി ഗ്രാമമാണ്. ഒരു പാർട്ടിയുടെ കൊടി കെട്ടുവാൻ മറ്റൊരു പാർട്ടി അവിടെ അംഗീകരിക്കാത്ത സ്ഥലത്ത് അത്രയും ജനങ്ങൾ ഒന്നിച്ചുകൂടി അവിടെ നിൽക്കുമ്പോഴാണ് പിണറായി വിജയന് പോലും പേടി കുടുങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ നേരിടാൻ കഴിയേണ്ടതുണ്ട്. ജാതിമത വർഗീയ വിഘടന ശിഥിലീകരണ ഇടതുപക്ഷ പിന്തിരിപ്പനും പ്രതിലോമ ഫാസിസ്റ്റ് ഛിദ്ര ദുഷ്ട കപട മതേതരവാദികൾക്കും ശക്തികൾക്കുമെതിരെ അതിശക്തമായ പോരാട്ടത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു കടലായി, കടൽ തിരമാലയായി, പ്രവാഹമായി, ഒരു കൊടുങ്കാറ്റായി UDF മിന്നും വിജയം നേടും. അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF.